ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ വിക്രം അച്ഛനോട് അനുവാദം ചോദിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ, ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ വിക്രത്തിനെ കാത്ത് വലിയൊരു അപകടം തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇലക്ഷൻ പ്രചരണമൊക്കെ വലിയ തകൃതിയായിട്ട് നടക്കുകയാണ്. ജനങ്ങളുടെ അടുത്തൊക്കെ ചെന്ന് വോട്ടുകൾ ചോദിക്കുന്നു, വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ആവശ്യപ്പെടുകയാണ് കേട്ടോ. രണ്ട് പാർട്ടിക്കാരും, നമ്മുടെ വിക്രമും ഉണ്ട് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ കൂടെ. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ രണ്ട് പാർട്ടിക്കാരുടെ ആളുകൾ പോസ്റ്ററുകളൊക്കെ ഒട്ടിക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ വാസ്തവൻ്റെയും പാർട്ടിയുടെ ഇടയിലേക്ക് നമ്മുടെ ശ്രീകാന്ത് ഏർപ്പെടുത്തിയ ഗുണ്ടകൾ എത്തുകയാണ് കേട്ടോ. പക്ഷേ രണ്ട് കൂട്ടരുടെയും വിചാരം ഇത് ഒരാൾ നമ്മുടെ ശ്രീനിവാസൻ്റെ ആൾക്കാർ ഏർപ്പാടാക്കിയതാണെന്നും മറ്റൊരാൾ വാസ്തവൻ്റെ ആൾക്കാർ ഏർപ്പാടാക്കിയ ആളുകളാണെന്നുള്ള ധാരണയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഉന്തും തള്ളക്കി ആവുകയാണ് കേട്ടോ. ആ സമയത്ത് ചെറിയ വഴക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ വാസ്തവൻ്റെ മകൻ വരുൺ അവിടേക്ക് വരികയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കാൻ നിന്നതാണ്, അവിടെ ശ്രീകാര്യ ശ്രീനിവാസൻ്റെ ആളുകൾ വന്ന് പോസ്റ്റർ ഒട്ടിച്ചു, അങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വരുൺ ഇവരെയൊക്കെ അനുനയിപ്പിച്ച് പറഞ്ഞയക്കാൻ നോക്കുന്നുണ്ട്. അതിൽ ഒരാൾ മുഖം മൂടിയൊക്കെ ധരിച്ച് ഒരാൾ വന്നിട്ട് നമ്മുടെ വരുണിനെ കുത്തുകയാണ്. അപ്പോൾ വരുണിനെ കുത്തി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പുളിക്കൻ മറിഞ്ഞ് നിന്നിട്ട് വിളിക്കുകയാണ്, വിക്രം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ വിക്രം എന്ന് പറയുന്ന ആ പേരിലായിരുന്നു. പക്ഷെ വിക്രത്തിനെ പോലെ തന്നെ പൊക്കവും വണ്ണവും വിക്രത്തിൻ്റെ സെയിം രൂപത്തിലുള്ള ഒരാളെ ആയിരുന്നു കേട്ടോ നമ്മുടെ ശ്രീകാന്ത് ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും വിചാരം മുഖംമൂടി ധരിച്ച് വന്ന് വരുണിനെ കുത്തിയത് വിക്രമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവർ ഓടിപ്പോവാണ് കേട്ടോ. ആ കൂട്ടത്തിൽ നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. അവൻ ഓടി ചതച്ചിട്ട് നമ്മുടെ രാജേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ആകെ പ്രശ്നമായി, വരുണിനെ ആരോ കുത്തി, അതിപ്പോൾ വിക്രമാണെന്നും പറഞ്ഞാണ് ഇരിക്കണേന്നൊക്കെ പറയുകയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും അപ്പോൾ ന്യൂസുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വേദയുടെ അടുത്തും ഈ ന്യൂസ് എത്തുകയാണ്, വരുണിനെ കുത്തിയത് വിക്രമാണെന്നുള്ളൊരു മെസ്സേജ് നമ്മുടെ വേദയ്ക്ക് കിട്ടുകയാണ് കേട്ടോ. വേഗ ആകെ ടെൻഷൻ ആവുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വേദയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വരുണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴേക്കും വാസ്തവനും ഭാര്യയൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ. വാസ്തവൻ്റെ മനസ്സിലും വിക്രമാണിത് ചെയ്തതെന്നുള്ളൊരു ധാരണ വരികയാണ് കേട്ടോ. അപ്പോൾ വാസ്തവൻ്റെ ഗുണ്ടകൾ നമ്മുടെ മാഷിൻ്റെ വീട്ടിൽ കയറി ചെന്നിട്ട് എല്ലാം അടിച്ച് തല്ലി പൊളിക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ വേദ ഇടപെട്ട് നമ്മുടെ വിക്രത്തിനെ എങ്ങനെയും രക്ഷിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്. അപ്പോൾ അടുത്ത അടിപൊളി എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത ദിവസം